ഈ കൊലപാതക പരമ്പരകളെ രാഷ്ട്രീയ കേരളം എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്ക്. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ നടന്നിരിക്കുന്ന 3 കൊലപാതകങ്ങളും. ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തുള്ളവർക്ക് പോലും സുരക്ഷ ഇല്ല എങ്കിൽ സാധാരണക്കാരന്റെ സ്ഥിതി എന്താണ് ഇവിടെ? ഒരു ഭാഗത്ത് പുലിയും കടുവിറങ്ങി ആടുമാടുകളെ കൊന്നൊടുക്കുന്നു. ഇവിടെ ആരെന്ന് പോലും അറിയാത്ത ചിലർ കശാപ്പുകാരെ പോലെ വെട്ടുകൊലയുമായി നടക്കുന്നു. ഇതൊന്നും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഞങ്ങളെ കിട്ടില്ല. മുഖ്യമന്ത്രി രാജിവെക്കുന്നതുവരെ കേരളത്തിലുടനീളം ഞങ്ങൾ പ്രക്ഷോഭപരമായ സമരമുറകളുമായി മുന്നോട്ട് പോകുമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി രാജിവെച്ചേ പറ്റൂ. ഘടകകക്ഷികളുമായി കൂടിയാലോചിച്ചതിന് ശേഷം തുടർ നടപടികൾ ഉണ്ടായിരിക്കുന്നതാണ്. തനിക്കൊരു ചായ കിട്ടുമോ? നോ സർ. അവന്മാരുടെ അടുത്ത് തരാനായിരിക്കും. വല്ല മാവോയിസ്റ്റോ നക്സലൈറ്റോ അതോ ഇനി വേറെ വല്ല സാധനം? എടോ ഇതെങ്ങനെ അവസാനിക്കുന്നുള്ള കാര്യത്തിൽ തനിക്ക് ഐഡിയ ഉണ്ടോ? സർ അടുത്ത 48 മണിക്കൂർ. എടോ താൻ വെറുതെ വിടുവായത്തരം പറയാതെ നാവിട്ടടിക്കാതെ ചെയ്ത് കാണിക്കും. സർ കുറച്ച് സമയം കൂടി എനിക്ക്. പോ. സർ. ജോഷി, മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിന്ന് കാലത്ത് തന്നെ അയാളുടെ പരിഹാസം കേട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഞാൻ. എന്താണ് തന്റെ അടുത്ത മൂവ്മെന്റ്? സാർ ഞാൻ രാത്രി കൂടുതൽ ഫോഴ്സായിട്ട് കണ്ണൂരിന്നോ കോഴിക്കോടുന്നോ കിട്ടാവുന്ന ഫോഴ്സിനൊക്കെ വിളിച്ച് കാടും നാടും നഗരം അരിച്ചു പെറുക്കണം. സംശയം തോന്നുന്നു ഒരുത്തിനെ പോലും വെറുതെ വിടാൻ പാടില്ല. സർ ഇന്നത്തോടെ തീരുമാനമായില്ലെങ്കിൽ ജോഷി, ഐ വിൽ മേക്ക് എ സ്ട്രോങ് ഡിസിഷൻ. പിന്നെ ഞാൻ ഇറങ്ങും നാട്ടിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് പോലെ.